ദിവസമാണ് ഞങ്ങൾ നേഴ്സസിന്. അതായത് മെയ് മാസം മെയ് 12 ഫ്ലോറൻസ് നൈറ്റിംഗിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ ഇവിടെ ഈ ടെക്സസിലുള്ള ഞങ്ങൾ നേഴ്സസിന്, പ്രത്യേകിച്ച് മലയാളി നേഴ്സസിന് ഞങ്ങളുടെ കഴിവുകൾ ഈ അമേരിക്ക റെക്കഗ്നൈസ് ചെയ്ത ഒരു ദിവസമാണ്. അതായത് DFW ഗ്രേറ്റ് 100 നേഴ്സ് അവാർഡ് ദിവസം. ഈ സമയത്ത് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ബിജി ജോർജാണ്. പുള്ളിക്കാരി ഡയറക്ടർ ഓഫ് മാഗ്നറ്റ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. അതുപോലെ ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ നേഴ്സായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പഠിച്ച് മാസ്റ്റേഴ്സ് എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത് ഈ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അതായത് എത്ര വർഷം മുമ്പാണ് ഈ അവാർഡ് കിട്ടിയത്? എനിക്ക് 2017 DFW ഗ്രേറ്റ് 100 നേഴ്സ് അവാർഡ് കിട്ടിയത്. ആ സമയത്തൊക്കെ ഞാനൊക്കെ ഈ അവാർഡിനെ പറ്റി ഒരു അറിവും ഇല്ലാതിരുന്ന സമയമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ അവാർഡിനെ പറ്റി എന്താണ് പറയാനുള്ളത്? DFW ഗ്രേറ്റ് 100 നേഴ്സ് ഈസ് വൺ ഓഫ് ദി ഹയസ്റ്റ് അവാർഡ് എ നേഴ്സ് ക്യാൻ ഗെറ്റ് ഇൻ ദിസ് ഏരിയ. അത് ഒരു 1991 തൊട്ട് തുടങ്ങിയതാണ്. Anyone who is working in a healthcare field as a nurse, they are eligible for this. പക്ഷേ വളരെ കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. So basically it is for nursing excellence and clinical excellence. It's a huge recognition for nurses in this area. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. കാരണം ഈ ഫീൽഡ് എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ വിജിയിൽ നിന്ന് കേൾക്കാം. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെപ്പറ്റി ഒന്ന് കുറച്ച് കൂടുതലായിട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെ, ഇത് ആർക്ക് കിട്ടും, ആർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഏത് നഴ്സസിനും ഈ അവാർഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് നോമിനേറ്റ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു പേഷ്യൻറ്റിനെ നോമിനേറ്റ് ചെയ്യാം, ഫാമിലി മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം, കൊളീഗ്സിനെ നോമിനേറ്റ് ചെയ്യാം. ഇതിൻ്റെ ക്രൈറ്റീരിയ സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് ഒരു നേഴ്സ് റോൾ മോഡൽ ആയിരിക്കണം, ലീഡർഷിപ്പ് കേപ്പബിലിറ്റീസ് കാണണം, ഒരു കമ്പാഷനേറ്റ് നേഴ്സ് ആയിരിക്കണം. Then they have some significant contributions, community participate ചെയ്തായിരിക്കണം. So when they have got all these different categories that they fulfill, at the same time അതിനൊരു എക്സാമ്പിൾ എല്ലാം എഴുതി കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കാറ്റഗറി ഫിറ്റ് ചെയ്യുന്നൊരു നഴ്സിനെ ആയിരിക്കും ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ക്രൈറ്റീരിയാസും ഉണ്ട്. ആ ക്രൈറ്റീരിയ ഫിൽ ഇത്രയും വേർഡ്സിനുള്ളിൽ നമ്മളത് അവാർഡിനകത്ത് നമുക്ക് നോമിനേറ്റ് ചെയ്യും. After that, then it goes to a board of reviewers to review these criteria to make sure that they are scoring. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കിട്ടുന്നത്. So I have seen that more than 800 or 900 nurses get nominated. അതിനകത്തുനിന്ന് 100 nurses-നാണ് ഈ അവാർഡ് കിട്ടുന്നത്. So I had the opportunity to be the award reviewer too. So അപ്പോൾ ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പം എല്ലാം നല്ല നോമിനേഷൻസ് ആണ്. പക്ഷേ അതിനകത്ത് ഓൾ ദ മോസ്റ്റ് ദ ടോപ്പ് വൺസിനെയാണ് സെലക്ട് ചെയ്തത്. സോ യൂഷ്വലി ദേ നീഡ് ടു സ്കോർ 97 or above out of 100 to be in that list of the 100. ഓക്കെ, അപ്പോൾ അതായത് ഏകദേശം നമ്മുടെ ഈ DFW ടെക്സസ് DFW ഡാലസ് DFW ഏരിയയിലുള്ള ഏകദേശം ഒരു 50,000-നേക്കാൾ മുകളിൽ നേഴ്സസിൻ്റെ ഇടയിൽ നിന്നാണ് ഈ 8,000 നോമിനി വരുന്നത്. 8,000 ഇല്ല, ഐ വുഡ് സേ നിയർ 1,000 വരുമായിരിക്കാം. പക്ഷേ അതിനകത്തു നിന്നാണ് ഒരു 100 ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ നോമിനേറ്റ് ചെയ്യാനും അതിന് ഫുൾഫില്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് വേണം. ഒരു നേഴ്സ് കമ്പാഷനേറ്റ് ആയിരിക്കാം. ഓൾമോസ്റ്റ് എല്ലാ നേഴ്സസും കമ്പാഷനേറ്റ് ആണ്. ബട്ട് ആർ ദേ ഇൻവോൾവ് ഇൻ ദ കമ്മ്യൂണിറ്റി ഓർ ആർ ദേ ഇൻവോൾവ് ഇൻ ദി leadership roles? Are they involved some significant projects ഒക്കെ ചെയ്തിട്ടുണ്ടോ? that has lead to some kind of outcome. ഇതൊക്കെയാണ് അതിനകത്ത് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ കാറ്റഗറി ഫിറ്റ് ആവുന്നവർക്കെല്ലാം നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ അപ്പോൾ 100 പേരെ എടുക്കും. പക്ഷേ അതിൽ നിന്ന് പിന്നെ ഇത് നമുക്ക് നമ്മുടെ പേഷ്യൻസിന് വേണേൽ നമ്മളെ നോമിനേറ്റ് ചെയ്യാം, ഫാമിലിക്ക് നോമിനേറ്റ് ചെയ്യാം, പിന്നെ ഏതെങ്കിലും ഡോക്ടേഴ്സിന് നോമിനേറ്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും, ആരാണോ ഒരു നേഴ്സിൽ എന്തെങ്കിലും ഒരു റോൾ മോഡലായിട്ടോ എക്സ്ട്രാ, അതായത് 1 സ്റ്റെപ്പ് കൂടുതലായിട്ട്, അതായത് ഇങ്ങനെ ഇല്ലല്ലോ നമുക്ക് അതിന് മാസ്റ്റേഴ്സ് വേണം, ബാച്ചിലേഴ്സ് വേണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കണം. ബെഡ് സൈഡിലുള്ള ആണെങ്കിലും കുഴപ്പമില്ല. ഇതിന് എക്സ്ട്രാ ഡിഗ്രിയുടെ ആവശ്യമില്ല. ലീഡർഷിപ്പ് തന്നെ റോളിൽ ജോലി ചെയ്യണമെന്നില്ല. ലീഡർഷിപ്പ് നമ്മളിപ്പോൾ ഒരു ടൈറ്റിൽ അല്ല. ലീഡർഷിപ്പ് ഇസ് നോട്ട് എ ടൈറ്റിൽ. ഐ റിമെമ്പർ വെൻ ഐ ഗോട്ട് മൈ ഗ്രേറ്റ് 100, ഞാൻ ക്ലിനിക്കൽ നഴ്സായിരുന്നു. ഞാൻ ന്യൂനേറ്റൽ ഐസിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് പല കാര്യങ്ങൾ ഇൻവോൾവ് ആയിരുന്നുകൊണ്ട് ലീഡർഷിപ്പ് പൊസിഷൻ ടൈറ്റിൽ അങ്ങനെ ഇല്ലെങ്കിൽ പോലും പല ലീഡർഷിപ്പ്, കമ്മിറ്റി ലീഡർഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ഓരോ ആക്ടിവിറ്റീസ് ലീഡർഷിപ്പ് ഉണ്ട്. നമ്മൾ ലീഡർഷിപ്പ് കേപ്പബിലിറ്റീസ് ആണ് നോക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഹാവ് എ ലീഡർഷിപ്പ് ടൈറ്റിൽ. സോ ദാറ്റ്സ് വെരി
അപ്പോൾ ഡോക്ടർക്ക് നോമിനേറ്റ് ചെയ്തപ്പം പേഷ്യൻ്റ് ആയിരുന്നോ ഫാമിലി ആയിരുന്നോ ആരാ എന്നെ എൻ്റെ കൊലീഗ്സ് ആണ് നോമിനേറ്റ് ചെയ്തത്, രണ്ടുപേർ അന്നേരം നോമിനേറ്റ് ചെയ്തു. സോ ഐ ഫെൽ വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഫോർ ദം ടു റിക്കഗ്നൈസ് മീ. നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ആ രീതിയിലുള്ള ഒരു അവാർഡിന് കേപ്പബിൾ ആണോ ഇല്ലയോ എന്നൊക്കെ. ബട്ട് it was a very humbling moment. At the same time, you feel that you want to live up to that expectations there. So it's just an encouragement and very rewarding experience. അപ്പം ഞാൻ എന്നെ പറ്റി പറയുവാണെങ്കിലും എൻ്റെ അറിവിൽ ഇത് എനിക്ക് 3 പ്രാവശ്യം എന്നെ അവർ നോമിനി അയച്ചതാണ്. പക്ഷേ 3ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്കും കിട്ടിയത് ഞാൻ ബെഡ് സൈഡിൽ നേഴ്സായിട്ട് ചെയ്യുമ്പോഴാണ് ചെയ്തത്. അതിനുവേണ്ടിയാണ് ചെയ്തത്. അല്ലാതെ എൻ്റെ മറ്റ് മീൻസ് ഞാൻ ഡിഗ്രിയൊക്കെ നഴ്സിംഗിൽ അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്കിത് കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത്, ഈ അവാർഡ് ഏത് നേഴ്സസിനും എല്ലാ നേഴ്സസിനും എക്സെപ്ഷനാണ്. പക്ഷേ ആരെങ്കിലും ആ കഴിവ് കണ്ടെത്തി നോമിനേറ്റ് ചെയ്യണം. അത് ഫാമിലിക്കാകാം, പേഷ്യൻസിനാകാം, മറ്റ് ടീച്ചേഴ്സിനാകാം, ഡോക്ടേഴ്സിനാകാം, ആർക്കും നോമിനേറ്റ് ചെയ്യാം. ഇതോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കിവിടെ ആയിരുന്നതുകൊണ്ട് ഇത്രയും നല്ലൊരു റെക്കഗ്നേഷൻ കിട്ടി. പക്ഷേ ഞാൻ നാട്ടിൽ പഠിച്ചതാണ്. ഞങ്ങൾക്ക് എപ്പോഴും നാട്ടിലും ഇതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ വെച്ച് നേഴ്സസിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. Yes, yeah, everywhere there is recognition. At the same time, ആർക്ക് വേണമെങ്കിൽ പറഞ്ഞ പോലെ നോമിനേറ്റ് ചെയ്യുക. സോ ഇഫ് യു നോ someone that is a great nurse, നിങ്ങൾക്കും അത് നോമിനേറ്റ് ചെയ്യാനായിരിക്കും. Everywhere look for these opportunities and identify and recognize. ഇത് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ലിഫി ആണ്. ലിഫിയെ പറ്റി പറയുമ്പോൾ 2018 DFW 100 ഗ്രേറ്റ് 100 അവാർഡ് കിട്ടിയ ആളാണ്. ഇത് പറയുമ്പോൾ ആ സമയത്ത് ഞാനൊക്കെ ഈ അവാർഡിനെ പറ്റി അത്ര കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന സമയത്ത്, അപ്പം ലിഫിക്ക് കിട്ടിയെന്നൊക്കെ വിചാരിക്കുമ്പം ഞാനാണെങ്കിൽ എനിക്ക് ഒത്തിരി പ്രൗഡായിട്ട് നോക്കിയിരുന്ന ഒരു വ്യക്തിയാണിത്. അപ്പം നമുക്ക് ലിഫിയിൽ നിന്ന് കേൾക്കാം ഈ DFW ഗ്രേറ്റ് 100 നേഴ്സ് അവാർഡിനെ പറ്റി, ഈ പ്രോഗ്രാമിനെ പറ്റിയും ഇതിന്റെ നോമിനേഷനെ പറ്റിയും പലർക്കും അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇത് പലർക്കും ലഭിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. only the thing അറിയണം ഇതിന്റെ ക്രൈറ്റീരിയ എന്താണ്, ആരാണ് ഇത് നോമിനേറ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയുമായിരുന്നെങ്കിൽ. So ഈ Great 100 Nursing Awards തുടങ്ങിയത്, it was a nurse who actually saw this happen in New Orleans. So in New Orleans, she saw that there was a group of people recognizing nurses who has done some great work in their profession. So she said, why can't we do it for our DFW? So that's when she formed a committee, and with the help of the DFW Council. So there is a group of hospital organizations here that will come together and recognize this. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഏത് നഴ്സിനെയും നമുക്ക് നോമിനേറ്റ് ചെയ്യാം. ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, you have to do something exceptional. And that exceptional doesn't have to be നമ്മൾ വലിയ ഒരു റീസെർച്ച് ചെയ്തെന്നോ ഒരു വലിയ എഡ്യൂക്കേഷൻ ചെയ്തെന്നോ ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു പേഷ്യന്റിനെ കെയർ ചെയ്തതായിരിക്കാം. ഒരു പേഷ്യന്റിന്റെ ലൈഫിൽ നിങ്ങൾ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, ദാറ്റ് ഇസ് വാട്ട് നഴ്സിംഗ് ഇസ് അബൌട്ട്. സോ വാട്ട് ദേ ആർ ഡൂയിങ് ഇസ്, അപ്പം ബെഡ് സൈഡിലുള്ള ആ നഴ്സിംഗിന്റെ കഥകൾ നമ്മൾ അറിയത്തില്ല. ആ കഥയെ മുമ്പോട്ട് കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്ന വർക്ക് ഈ DFW ഈ ലോകം അറിയാൻ വേണ്ടിയാണ് ഈ ഒരു അവാർഡ് തുടങ്ങിയത്. So they select people who has done exceptional work in their line of work. It can be research, it can be education. ഈ വർഷത്തെ DFW ഗ്രേറ്റ് 100 നേഴ്സ് നമ്മൾക്ക് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ വേണ്ടി ജൂലിക്ക് എങ്ങനെ തോന്നുന്നു ഈ അവാർഡ് കിട്ടിയപ്പോ? വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യം അല്ലേ? എല്ലാവർക്കും, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഈ അവാർഡ് കിട്ടിക്കാൻ വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ ജോലി ചെയ്യും, പക്ഷെ നമ്മളെ ഒരാൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എൽസയും കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയ ആളാണ് നമ്മളോടൊപ്പം ഉള്ളത്. Yeah, I found some nursing students. Yes. Yeah. Hi, my name is Laura, and I'm a J2 student. I have 1 more year left, and I'm here at this ceremony celebrating the great 100 nurses of DFW. And you are okay. Oh, my name is Sabrina. I'm also a J2 nursing student at UTA. Also helping out with the Great 100 Nurses ceremony. Looking forward to one day getting one myself. And my name is Jennifer. I'll be starting nursing program in UTA
Okay, very good. All the best. All the best. Thank you so much. Thank you for this. Yeah, thank you're you. welcome. Hi, my name's Jordan. I'm so excited to be here to celebrate nurses from all walks of life at DUW Gray 100. I'm so glad there's a ceremony like this in my area that celebrates great nurses, from nurse educators to nurse managers to just regular staff nurses. So we're celebrating our manager and we're so excited. Hi, I'm Stephanie. I'm also here with Jordan. Our manager actually won the award this year. We are excited that there's some opportunity like this to, like Jordan said, to showcase great leaders, future educators, current educators, and it really helps put in perspective like what nursing really should be and good examples. We're excited to eventually earn it. Yeah. We are nurses. Yay. My name's Elle, and I dream of being an OR nurse one day, and I hope to also be back here later on to be a part of the Great Nurses 100. My name is Cindy Corafores. I plan to go into specialty of ER, trauma, or hopefully God willing. And I also am inspired by this place, coming here to be part of the 100 nurses, to maybe in the future be a part of it as as a recipient. And those are my goals. My name is Muche. I'm a student at University of Texas in Arlington, and I'm so glad I was able to participate today. My dream is to do geriatric nursing or psych or both, and so it's really a pleasure to see the movers and shakers in DFW, and I'm encouraged. Okay. So proud to become nurses. Yes, yes. If I think back on my career, there are moments that stand out. Some for good reasons, some not so much. And yet they also It's a privilege and an honor to be a nurse and to celebrate fellow nurses. Without further ado, some of these recipients may not have been able to make it tonight, so just like as with the scholarship recipients, if we can give them a big round of applause, even if they are not personally walking the stage, their spirit is walking the stage with us, yes? The Queen, Susana Abraham. എന്റെ എല്ലാ നേഴ്സിംഗിന്റെ ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോഴുള്ള എന്റെ എല്ലാ ഉയർച്ചയിലും എനിക്ക് കൈത്താങ്ങായിട്ട് പറഞ്ഞു തന്ന സൂസമ്മ ചേച്ചിക്ക് ഈ വർഷം അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ വളരെ ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് ആണിത്. നമുക്ക് സൂസമ്മ ചേച്ചിയോട് ചോദിക്കാം, ഈ അവാർഡ് കിട്ടിയതിനെ പറ്റി സൂസമ്മ ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? ഇതെന്റെ ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹം എന്ന് പറയാം. ഇതൊന്നും പ്രതീക്ഷിച്ച് എന്റെ ജീവിതത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് അതിനൊരു റെക്കഗ്നീഷൻ കിട്ടുന്നത് നമ്മളെ തന്നെ എംപവർ ചെയ്യാനും ഒരു അപ്ലിഫ്റ്റ് ചെയ്യാനും ഒരു ഇൻസിഡന്റ് ആയിട്ട് മാറി ഇതിനെന്ന് പറയാം. ഐ എം വെരി ഹാപ്പി. ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ഗോഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. കാരണം ദൈവം എനിക്കിത് നൽകി തന്നു. പിന്നെ എന്റെ പേരൻസിനെ ഞാൻ ഓർക്കുന്നു. ഈ സമയം വരെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ എന്റെ എല്ലാമായ ജീച്ചാൻ ആണ് ഇതിന്റെ പുറകിൽ എന്നെ എൻകറേജ് ചെയ്ത എല്ലാ കാര്യങ്ങളും. ഞാൻ മുന്നോട്ട് പോകുമ്പോഴും എന്നെ ബാക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നതിന് ഞാൻ ജീച്ചാനോടും എന്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും എന്റെ കൂട്ടത്തിലുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. എന്റെ കൊച്ചു മോളും എന്റെ കൂട്ടത്തിലുള്ളത് എനിക്ക് സന്തോഷമാണ്. Okay, so Mom winning this award is very well deserved. Something that she is, something that is knowing. We know at home how amazing she is.
and how much work she does, hard work that she does, and how much she puts out to the community. And now she's being awarded for that. And I'm so glad that she is getting that award now. Yeah, absolutely. We're so proud of her. She always puts in her 100%, and she's always ready to help. So this is well deserved. We're just really proud of you. Thank you. Thank you. നമ്മളെല്ലാവരും പറയുന്നത് എപ്പോഴും നമ്മൾ പറയും ഒരു ആണിന്റെ അവന്റെ എല്ലാ ഉയർച്ചയുടെയും പിന്നിൽ ഒരു സ്ത്രീയുടെ കരങ്ങളുണ്ടെന്ന്. പക്ഷെ ഇവിടെ ഇവർ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഞാൻ രണ്ടുപേരുടെയും ഓരോ കഴിവിനും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു റോൾ മോഡൽ ആയിട്ടുള്ള ഒരു കപ്പിളാണ് ഇവിടെ. ഇപ്പൊ തന്നെ അമ്മമ്മ നന്നായിട്ട് പറഞ്ഞു, അച്ചായന്റെ സപ്പോർട്ട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തത്. നമുക്ക് അച്ചായനോട് ചോദിക്കാം, ഈ അവാർഡ് അമ്മമ്മയ്ക്ക് കിട്ടിയ സമയത്ത് എന്താണ് അഭിപ്രായമെന്ന്. എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊരു വലിയൊരു സന്തോഷം പകർന്നൊരു നിമിഷമാണ്. കാരണം ഇങ്ങനൊരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ ഒരു സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ ഇത്രയും ഉയർച്ചയിൽ എത്തിയിട്ടും ലാസ്റ്റ് നിമിഷത്തിലാണ് ഇത് കിട്ടുന്നത്. അതിലൊരു പ്രയാസം എനിക്കുണ്ട്. എന്നാലും നേരത്തെ കിട്ടേണ്ടതായിരുന്നു ഇത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള കഴിവും കാര്യങ്ങൾ എല്ലാം ചെയ്യാനുള്ള എല്ലാ രീതിയിലും നല്ലൊരു പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് സൂസനുണ്ട്. അത് നഴ്സിംഗ് ഫീൽഡിലാണെങ്കിലും അല്ലാതെ മറ്റുള്ളവരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിപ്പോ ഈ നിമിഷത്തിൽ ഇത് കിട്ടിയത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതാണ് ഞങ്ങൾ എല്ലാവർക്കും ഈ അവാർഡ് കിട്ടിയെങ്കിലും എനിക്ക് നല്ല ഉറപ്പുണ്ട് സൂസമ്മ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയ ഈ റെക്കഗ്നേഷനാണ്, പിള്ളേരിൽ നിന്ന് കിട്ടിയ റെക്കഗ്നേഷനാണ്. ഇതാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് എവിടെയെല്ലാം പോയി അവാർഡ് കിട്ടിയാലും കുടുംബത്തിലുള്ളവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും അതൊരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പരസ്പരം ബഹുമാനിച്ചും റെക്കഗ്നൈസ് ചെയ്തും മുമ്പോട്ട് പോകുക. പിന്നെ നേഴ്സസ് എല്ലാ നേഴ്സസും ഏതെങ്കിലും രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നേഴ്സസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തോന്നിയാണ് ഈ ആളെ റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണെങ്കിൽ പ്ലീസ് ചെയ്യുക. എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.